നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനതല സന്ദർശനം മറ്റന്നാൾ മുതൽ. ആദ്യമെത്തുക ആന്ധ്രയിലും തമിഴ്നാട്ടിലും. കലാപൂരം രണ്ടാം ദിനത്തിൽ പോയിന്റ് പട്ടികയിൽ കോഴിക്കോട് മുന്നിൽ. തൃശൂരും കണ്ണൂരും തൊട്ടുപിന്നിൽ. ജനകീയ ഇനങ്ങൾ ഇന്ന് വേദിയിലേക്ക്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. പാലക്കാടും ഇടുക്കിയിലും യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത. കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കോട്ടയത്ത്. സാംസ്കാരിക മന്ത്രിയുടെ സഭാ മേലധ്യക്ഷന്മാർക്കെതിരായ പരാമർശം ചർച്ചയാകും. യോഗം 11 മണി മുതൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് അല്പസമയത്തിനകം തുടക്കം. കേരളം ഉത്തർപ്രദേശിനെതിരെ. ടീമിനെ നയിച്ച് സഞ്ജു സാംസൺ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മറ്റന്നാൾ മുതൽ കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ആദ്യം കമ്മീഷൻ എത്തുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുകയാണ്. അതിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നു. സാങ്കേതികമായ നടപടിക്രമമാണ് ഈ സംസ്ഥാനങ്ങളുടെ സന്ദർശനമെങ്കിൽ പോലും അത് പൂർത്തിയായാൽ പിന്നീട് വളരെ വേഗം തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കുമല്ലോ. അഭിലാഷ്, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് രാജ്യം. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കമ്മീഷന്റെ നടപടികൾ, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കമ്മീഷൻ ആരംഭിച്ചിരിക്കുന്നത്. കാരണം നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16 അവസാനിക്കും. അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കമ്മീഷൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മറ്റന്നാൾ മുതൽ കമ്മീഷന്റെ സംസ്ഥാനങ്ങളിലുള്ള പര്യടനം ആരംഭിക്കും. ആദ്യം ആന്ധ്രാപ്രദേശിലാണ് സന്ദർശനം. മറ്റന്നാളും ഒപ്പം തന്നെ തിങ്കളാഴ്ചയും ആന്ധ്രാപ്രദേശിൽ കമ്മീഷൻ സന്ദർശനം നടത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശിക്കുക. അതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട് സന്ദർശിക്കുകയും ചെയ്യും. 2 ദിവസങ്ങളിൽ കമ്മീഷൻ തമിഴ്നാട്ടിലുണ്ടാകും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി കമ്മീഷൻ ചർച്ച നടത്തും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ തവണ ഏപ്രിൽ 11-ാം തീയതി തുടങ്ങി മാർച്ച് 19 അവസാനിക്കുന്ന രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 7 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. അന്ന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അവിടെ നടക്കുന്നുണ്ട്. അതിന് പുറമെ 2ാം ഘട്ടത്തിലായിരുന്നു തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടന്നത്. ഏപ്രിൽ 18-നായിരുന്നു തമിഴ്നാട്ടിൽ 2019 വോട്ടെടുപ്പ് നടന്നത്. അങ്ങനെ കഴിഞ്ഞ തവണ വോട്ടെടുപ്പ് നടന്ന ആദ്യ 2 സംസ്ഥാനങ്ങൾ അവിടെയാണ് ഇത്തവണ ഏതായാലും കമ്മീഷൻ സന്ദർശിക്കുന്നത്. അതൊരു സൂചനയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് ഷെഡ്യൂൾ, അതിനോട് സമാനമായൊരു ഷെഡ്യൂൾ തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാകുമെന്ന സൂചന. കാരണം നേരത്തെ അയോധ്യയിലെ രാമക്ഷേത്രം പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കമ്മീഷൻ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാർച്ച് ആദ്യ വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ്. കാരണം കഴിഞ്ഞ തവണ മാർച്ച് 10-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. കേരളത്തിൽ 23-ാം തീയതിയായിരുന്നു. 2019 ഏപ്രിൽ 23-നായിരുന്നു വോട്ടെടുപ്പ്. 3-ാം ഘട്ടത്തിലായിരുന്നു വോട്ടെടുപ്പ്. അപ്പോൾ വിഷു അടക്കം, റംസാൻ അടക്കമുള്ള അവധികൾ കൂടി അതുകൂടി പരിഗണിച്ച് ഉണ്ടായിരിക്കും കേരളത്തിലേതായാലും ഇത്തവണ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുക. സ്വാഭാവികമായും ഏപ്രിൽ 10 മുതൽ 25 വരെയുള്ള ദിവസങ്ങൾ ഏതെങ്കിലും ദിവസം ഒരുപക്ഷെ കേരളത്തിലും വോട്ടെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കമ്മീഷൻ ഈ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം സന്ദർശിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശും തമിഴ്നാടുമാണ്. മറ്റന്നാൾ ഏതായാലും കമ്മീഷന്റെ പര്യടനം ആരംഭിക്കുകയും ചെയ്യും. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലെ സന്ദർശനം ആരംഭിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് രാകേഷ് നൽകിയത്. കോഴിക്കോട് ICU പീഡനത്തിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ VP സുമതിയുടെ സ്ഥലം മാറ്റത്തിന് സ്റ്റേ. 2 മാസത്തേക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥലം മാറ്റം സ്റ്റേ ചെയ്തത്. വിശദീകരണം ചോദിക്കാതെയാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയത് എന്ന് VP സുമതി ട്രൈബ്യൂണലിനെ അറിയിച്ചിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഏത് പശ്ചാത്തലത്തിലാണ് ഈ സ്റ്റേ? ICU പീഡന കേസുമായി ബന്ധപ്പെട്ട് ചീഫ് നഴ്സിംഗ് ഓഫീസർ സുമതി
നഴ്സിംഗ് സൂപ്രണ്ട് ബെറ്റി ആന്റണി എന്നിവരെയാണ് വകുപ്പ് തല നടപടികളുടെ ഭാഗമായി സ്ഥലം മാറ്റിയത്. സുമതിയെ തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്കും ബെറ്റി ആന്റണിയെ പത്തനംതിട്ടയിലെ കോന്നിയിലേക്കുമായിരുന്നു സ്ഥലം മാറ്റിയത്. DMEയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് നടപടി സ്വീകരിച്ചതും. എന്നാൽ തങ്ങളുടെ വിശദീകരണം തേടാതെയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് എന്നാണ് സുമതി ട്രൈബ്യൂണലിനെ അറിയിച്ചത്. നേരത്തെ അന്റയും സമാനമായ രീതിയിൽ തന്നെ ട്രൈബ്യൂണലിനെ സമീപിക്കുകയും 2 മാസത്തേക്ക് സ്റ്റേ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇവർക്കിനി തങ്ങളുടെ ഭാഗം പറയാനുള്ള അവസരമുണ്ട്. അതിനുശേഷം മാത്രമാവും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാവൂ എന്നാണ് ട്രൈബ്യൂണൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ അതിജീവിതയുടെ പരാതി കൈകാര്യം ചെയ്തതിൽ കൃത്യമായ വീഴ്ച ഇരുവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഈ തരത്തിലുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിൽ 4 ജീവനക്കാരെ നേരത്തെ തന്നെ ആശുപത്രിയിൽ നിന്നും സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ 5 പേരെ പ്രതികളാക്കി പോലീസ് ഇതിനകം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. പ്രധാന പ്രതികളായ അറ്റൻഡർ ശശീന്ദ്രന്റെ സസ്പെൻഷൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടുത്തിടെ നീട്ടുകയും ചെയ്തിരുന്നു. അഭിലാഷ്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്നും. വിവാദങ്ങൾക്കിടയിൽ കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. ഇടതുമുന്നണിയിൽ നിന്ന് ഉണ്ടാകുന്ന വിവാദങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് യോഗത്തിൽ ചർച്ചയായേക്കും. തോമസ് ചാഴിക്കാടനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം പാർട്ടി അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. മന്ത്രി സജി ചെറിയാൻ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കെതിരെ നടത്തിയ പരാമർശവും പാർട്ടിക്ക് തലവേദന ആകുമെന്ന് വിലയിരുത്തൽ ഉണ്ട്. രാവിലെ 11 മണിക്ക് യോഗം ആരംഭിക്കും. സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട്, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. ഇന്നലെ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്ന ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലർട്ടാണുള്ളത്. സംസ്ഥാനത്ത് അങ്ങിങ്ങായി ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം മാറിയെങ്കിലും അറബിക്കടലിൽ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതാണ് മഴയ്ക്ക് കാരണമാകുന്നത്. നവീകരിച്ച മൂന്നാർ ബോഡിമെട്ട് പാതയുടെ ഉദ്ഘാടനം ഇന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി നിർവഹിക്കും. കേന്ദ്രമന്ത്രിയുടെ അസൗകര്യം മൂലം 3 തവണ മാറ്റിവെച്ച ഉദ്ഘാടനമാണ് ഒടുവിൽ ഓൺലൈനായി നടക്കുന്നത്. തേയില ചെരുവുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന പാതയുടെ മനോഹാരിത സമൂഹമാധ്യമങ്ങളിൽ തരംഗമാണ്. മൂന്നാറിലെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എത്തുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നതെങ്കിലും നിലവിൽ ഓൺലൈനായാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക. ഇന്ന് വൈകിട്ട് 4-ന് മൂന്നാർ കായിക മൈതാനത്ത് ഉദ്ഘാടന യോഗം നടക്കും. നവീകരിച്ച ദേശീയപാതയുടെ ഉദ്ഘാടനത്തിനോടൊപ്പം ചെറുതോണി പാലത്തിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി കേന്ദ്രമന്ത്രി നിർവഹിക്കും. മുണ്ടക്കയം കുമളി പദ്ധതിയുടെ വികസനവും ഇതേ തുടർന്ന് നടക്കാനിരിക്കുക. നമ്മുടെ ജില്ലയിൽ ദേശീയപാത വികസനവുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു നിർണായകമായ ഘട്ടം എന്നുള്ള നിലയിൽ ഈ പദ്ധതികളുടെ പൂർത്തീകരണത്തെ കാണുന്നു. 2017 സെപ്റ്റംബറിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള 42 കിലോമീറ്റർ ഭാഗത്തെ നവീകരണം ആരംഭിച്ചത്. 381.76 കോടി രൂപ ചെലവിട്ടാണ് 15 മീറ്റർ വീതിയിൽ റോഡ് പുനർനിർമ്മിച്ചത്. ദേശീയപാതയുടെ ഭാഗമായി ടോൾ പ്ലാസ ദേവികുളം ലക്കാടിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. നിർമ്മാണം നടക്കുന്നതിന് അനുസരിച്ചുള്ള തൊഴിലാളികളും നിർമ്മാണ സാമഗ്രികളും നിലവിൽ ഇല്ല എന്നാണ് ആക്ഷേപം. ശബരിമല തീർത്ഥാടകരുടേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. കട്ടപ്പനയ്ക്ക് സമീപം ലബ്ബക്കട മുതൽ ചപ്പാത്ത് വരെയുള്ള നിർമ്മാണമാണ് ഇഴയുന്നത്. പല മേഖലകളിലും കലുങ്കു നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ഇത്തരം ഭാഗങ്ങളിൽ ഒരു വശത്തുകൂടി മാത്രമാണ് നിലവിൽ യാത്ര സാധ്യമാവുക. റോഡ് പൊളിച്ചിട്ട ഭാഗങ്ങളിലെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കാലതാമസമെടുക്കുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ തുടങ്ങുമെന്ന് പറഞ്ഞ മലയോര ഹൈവേക്ക് വേണ്ടി മലയോര ജനത വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ 1000-1500 വാഹനങ്ങളാണ് ഒരു ദിവസം അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത്. സ്കൂൾ കുട്ടികളുടെ വേറെ, അതുപോലെ ടൂറിസം മേഖലയിലേക്ക് വരുന്ന ആൾക്കാരുടെ വേറെ. ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറഞ്ഞത്, അല്ലെങ്കിൽ മനസ്സിലായത്, ഇത് ഏത് ഗവൺമെന്റാണോ ആ ഗവൺമെന്റുകൾ ഇവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പേരിൽ ഈ പണികൾ ബ്ലോക്കായി എന്നുള്ളതാണ്. റോഡ് നിർമ്മാണത്തിനോടനുബന്ധിച്ച് പല വീടുകൾക്ക് സമീപത്തു നിന്നും മണ്ണ് മാറ്റിയെങ്കിലും സമയബന്ധിതമായി ഇവിടെ സംരക്ഷണ ഭിത്തിയും വീടുകളിലേക്കുള്ള പാതയും നിർമ്മിക്കാത്തതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.
ഹൈറേഞ്ചിൽ ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നാണ് കട്ടപ്പന ചപ്പാത്ത് പാത. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസുകളും ശബരിമല തീർത്ഥാടകരും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. 12,000 കുടുംബങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൊച്ചിയിലെ സൗജന്യ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ. കണക്ഷൻ നൽകുന്നതിന് ലൈസൻസുകൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം. ഈ മാസത്തിനകം കണക്ഷൻ നൽകിയില്ലെങ്കിൽ പദ്ധതി തന്നെ ഇല്ലാതാകും. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷനാണ് നഗരങ്ങളിൽ അമൃത് പദ്ധതി എന്ന പേരിൽ നടപ്പാക്കുന്നത്. ഒരു കണക്ഷന് നിശ്ചിത തുക എന്ന രീതിയിലാണ് സർക്കാർ സഹായം നൽകുന്നത്. ഇതിനായി കരാറും നൽകിയിട്ടുണ്ട്. എന്നാൽ കണക്ഷൻ നൽകുന്നതിന് ലൈസൻസുകൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നതായാണ് പരാതി. തർക്കപരിഹാരത്തിനായി ലൈസൻസുകളുമായി പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കൊച്ചിൻ കോർപ്പറേഷൻ ഈ വിഷയം അടിയന്തരമായി ഇടപെട്ട് തീരുമാനമെടുക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവായ അഡ്വക്കേറ്റ് ആന്റണി കുരീത്ര പറയുന്നു. സാധാരണഗതിയിൽ ഇവിടെ കുടിവെള്ളം ആളുകളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ പല പ്രാവശ്യം കൗൺസിലിലൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രൊജക്റ്റ് അമൃത് പദ്ധതിപ്പെടുത്തിക്കൊണ്ടാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ജൽജീവൻ പദ്ധതി അമൃതിൽ പെടുത്തിക്കൊണ്ടാണ് നമ്മൾക്ക് എല്ലാ വീടുകളിലും കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തത്. അത് കൗൺസിലും ഒക്കെ പാസ്സായി വന്നിട്ട് മാസങ്ങളോളം കഴിഞ്ഞ് നാളെ ഇതുവരെ കുടിവെള്ളത്തിൻ്റെ ലൈൻ വീടുകളിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞ തർക്കമെന്നും പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് 3500-ഓളം ഈ ലൈസൻസ്ഡ് പ്ലംബേഴ്സ് ചോദിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് അവർക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ എന്തോ 1500 രൂപയായിട്ട് കൊടുക്കാനുള്ള പ്രൊവിഷനുള്ളൂ. അപ്പോൾ ആ തർക്കത്തിൽ കാരണം ഈ കുടിവെള്ള പദ്ധതിയുടെ ഈ വിതരണം നമ്മളുടെ ഭാഗങ്ങളിലേക്ക് ലൈൻ കൊടുക്കേണ്ടത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് പല സ്ഥലങ്ങളിലും ഇത് വന്നെന്നും പറഞ്ഞ് പബ്ലിക് ടാപ്പുകൾ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ കൗൺസിലർമാർ വഴിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ തീർക്കേണ്ട തർക്കം തുടരുമ്പോഴും അതിന്റെ ദുരിതമനുഭവിക്കുന്നത് തികച്ചും സാധാരണക്കാരായ ജനങ്ങളാണ്. ന്യൂസ് 18 കൊച്ചി. വയനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്തത് കടബാധ്യത മൂലമെന്ന് ബന്ധുക്കൾ. എടവക പള്ളിയറ അനിലിനെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ ബാങ്കുകളിലായി അനിലിന് 3 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയുണ്ട് എന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അനിലിനെ ഉടനെ വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൃഷിനാശം മൂലവും കടബാധ്യത മൂലവും അനിൽ മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. വിളവെടുത്ത് ഇന്നലെ നെല്ല് വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെല്ല് വിറ്റിട്ട് ഇദ്ദേഹം പ്രതീക്ഷിച്ച വിലയോ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് മാനസിക പ്രശ്നത്തിലായിരുന്നു. ഇദ്ദേഹം ഒരു ഫുൾ ടൈം കർഷകനും ഒരു ക്ഷീരകർഷകനും കൂടിയാണ്. അപ്പം 2 ബാങ്കുകളിൽ നിന്നായി ഏകദേശം 4 ലക്ഷം രൂപയോളം കടമുണ്ട് എന്ന് പറയുന്നു. ഒപ്പം പിന്നെ കൃഷിക്കുമായി നാട്ടുമ്പുറത്ത് വാങ്ങിയ കടവുണ്ട് എന്നാണ് പറയാൻ കഴിഞ്ഞത്. ഏകദേശം 5 ലക്ഷത്തോളം രൂപ കടവുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെല്ലും വാഴയും കൃഷി ചെയ്യുന്ന അനിലിന് കഴിഞ്ഞ വർഷങ്ങളിൽ മഴക്കെടുതി മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. തുടർന്ന് വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ കർഷകന് സാധിച്ചില്ല. ബാധ്യത മൂലം വയനാട്ടിൽ വർദ്ധിച്ചു വരുന്ന കർഷകാത്മഹത്യയ്ക്ക് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് വിവിധ കർഷക സംഘടനകളുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. തിരുവല്ലത്ത് ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതികളെക്കുറിച്ച് നിർണായക വിവരം ലഭിച്ചതായി പോലീസ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകാതെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. പ്രതികളെ പിടികൂടാൻ വൈകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. അതേസമയം പ്രതികൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് സസ്പെൻഷനിൽ ആയ സിവിൽ പോലീസ് ഓഫീസർ നവാസിനെതിരെ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു. തൃപ്പൂണിത്തുറയിൽ 10 വയസ്സുകാരൻ്റെ കാൽ തല്ലിയൊടിച്ച സംഭവത്തിൽ അറസ്റ്റ് വൈകുന്നതിനെതിരെ കുട്ടിയുടെ അമ്മ വിജയലക്ഷ്മി. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും പണവും കാരണമാണ് അറസ്റ്റ് വൈകുന്നത് എന്ന് വിജയലക്ഷ്മി പറയുന്നു. പ്രതിക്കെതിരെ ചുമത്തിയത് നിസാര വകുപ്പുകൾ മാത്രമാണ് എന്നും മരട് പോലീസിന്റെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും അമ്മ പറഞ്ഞു. തന്റെ മകൻ ഇപ്പോഴും വേദന അനുഭവിച്ച് കിടക്കുകയാണ്. അവന് നീതി ലഭിക്കണമെന്നും വിജയലക്ഷ്മി ന്യൂസ് 18നോട് പ്രതികരിച്ചു. 31-ാം തീയതി വൈകിട്ടോടുകൂടി എൻ്റെ മോൻ്റെ കാല് ഞങ്ങളുടെ അയൽവാസിയായ പി ബാലൻ എനിക്ക് പറയാൻ താല്പര്യമില്ല, മനുഷ്യമൃഗമെന്ന് ഞാൻ പറയുന്നത്. അയാൾ എൻ്റെ മോൻ്റെ കാല് തല്ലി ഓടിച്ചിട്ട് ഇന്ന് 5 ദിവസമായി. അയാളുടെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും പണത്തിൻ്റെയും അതുകൊണ്ട് തന്നെ അയാൾ ഇത്രയും ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ കരിങ്കൊടി കാണിച്ചു, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ കാലിങ്ങനെ തല്ലി ഒടിച്ചിട്ട് നിസ്സാര കേസ് 324 വകുപ്പാണ് എടുത്തേക്കുന്നത്.
അയാൾ ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചിരിക്കുമ്പോഴത്തേക്കും ഭാര്യയും മക്കളോട്ട് സൂക്ഷിച്ചിരിക്കുക. എൻ്റെ മോൻ ഇവിടെ കിടന്ന് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. നാളെ ഒരു കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാകും. മരട് പോലീസിൻ്റെ ഒത്തുകളി അവസാനിപ്പിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആലപ്പുഴ നൂറനാട് പോലീസിനെതിരെ CPIM ചാരമൂട് ഏരിയ കമ്മിറ്റി യുവാവിനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ആരോപണം. നൂറനാട് മണ്ണെടുപ്പിനെതിരായി സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ മർദ്ദിച്ച നടപടിയടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏരിയ സെക്രട്ടറി B. ബിനുവിന്റെ വിമർശനം. നൂറനാട് മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത അരുൺകുമാർ MLA എന്നിവരുൾപ്പെടെയുള്ള സമരസമിതി പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്ത സംഭവവും ചർച്ചയാകുന്നത്. പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന സർക്കാർ നയം നിലനിൽക്കുമ്പോഴും നൂറനാട് സംഭവിക്കുന്നത് തികച്ചും വിരുദ്ധമായാണെന്ന് CPM ഏരിയ നേതൃത്വം തുറന്നടിക്കുന്നു. സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായാണ് നൂറനാട്ടെ പോലീസ് മുന്നോട്ടു പോകുന്നതെന്നും CPM ഏരിയ സെക്രട്ടറി B. ബിനു പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പോലീസ് നയത്തിന് തികച്ചും വിരുദ്ധമായ സമീപനമാണ് ഇത് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടുന്നതടക്കമുള്ള ഏറ്റവും ധീരമായ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. നൂറനാട് പോലീസ് കൃത്രിമ തെളിവുണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഓടിപ്പോയ ചെറുപ്പക്കാരുടെ വാഹനങ്ങൾ കൂട്ടിയിട്ട് തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അത്തരം സമീപനം, വ്യാജ തെളിവുണ്ടാക്കി കേസുകൾ ചാർജ് ചെയ്യുക എന്ന സമീപനം ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നതല്ല. പുതുവർഷ ദിവസം കറ്റാനം തെക്കോട്ടുതുരുത്തിയിൽ ദേവീക്ഷേത്രത്തിന് സമീപം പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘം പ്രദേശത്തെ വാഹനങ്ങൾ തകർത്ത ശേഷം യുവാവിനെ കള്ളക്കേസിൽപ്പെടുത്തിയ സംഭവത്തിലാണ് സ്വന്തം സർക്കാരിന്റെ വകുപ്പിനെതിരെ CPMന്റെ വിമർശനം. ക്ഷേത്രത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പോലീസുകാർ ചേർന്ന് തകർത്ത ശേഷമാണ് കറ്റാനം സ്വദേശി സാലു സജിക്കെതിരെ കേസെടുത്തത്. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി വ്യാജ FIR രജിസ്റ്റർ ചെയ്താണ് കേസെടുത്തതെന്ന് ദൃശ്യങ്ങളിലൂടെ വ്യക്തമായതായും ഏരിയ സെക്രട്ടറി B. ബിനു പറഞ്ഞു. അതേസമയം വാഹനങ്ങൾ തകർത്ത കേസിൽ നിരപരാധിയായ തന്നെ പ്രതിയാക്കിയെന്നാരോപിച്ച് സാലു സജിയും നൂറനാട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. കേസിൽ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം DYFIയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. മകരവിളക്ക് ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് അവലോകന യോഗം. തിരക്കേറിയ സാഹചര്യത്തിൽ തീർത്ഥാടകർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുള്ള നടപടികളും പരിശോധിക്കും. അതേസമയം അരവണ വിതരണത്തിലെ പ്രതിസന്ധി തുടർച്ചയായ 6ാം ദിവസവും തുടരുകയാണ്. ഇന്നത്തോടെ പ്രശ്നം പരിഹരിക്കാൻ ആകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സജീവ് C. വാര്യർ ആണ് ചേരുന്നത്. സജീവ്, ഈ ദർശനകാലത്ത് വലിയ പ്രതിസന്ധി തീർത്ഥാടകർ നേരിട്ടിരുന്നു. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് പരിഹരിക്കപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ മകരവിളക്കിന്റെ സമയത്ത് കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുവാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ടോ? ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ആലോചനയിൽ ഉള്ളത്? അഭിലാഷ്, രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള ക്യൂ ഇവിടെ ദൃശ്യമാണ്. 31,000 പേർ 18ാം പടി ചവിട്ടി എന്നാണ് ഇന്നത്തെ കണക്കുകൾ. നേരത്തെ ഉണ്ടായിരുന്ന വലിയ ക്യൂവും ഗതാഗത പ്രശ്നങ്ങളും ഗതാഗത തടസ്സവും എല്ലാം പരിഹരിച്ചു എന്നതൊഴിച്ചാൽ തിരക്കിൽ മാറ്റമുണ്ടായില്ല. പ്രത്യേകിച്ചും ഇനി നിയന്ത്രണം ഏർപ്പെടുത്താൻ വെറും 4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. 10ാം തീയതി മുതൽ വെർച്വൽ ക്യൂയിലും നിയന്ത്രണം, അതുപോലെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നേരത്തെ തന്നെ സന്നിധാനത്ത് എത്തുക എന്നുള്ള രീതിയിൽ തീർത്ഥാടകർ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം അയ്യപ്പന്മാരെ പറ്റിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഗുണമേന്മയില്ലാത്ത ഭക്ഷണം നൽകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനായി പ്രത്യേക സംഘം രൂപീകരിക്കുകയും അവർ ഭക്ഷ്യ സുരക്ഷാ വിഭാഗവുമായി ചേർന്ന് ഈ സമീപ പ്രദേശങ്ങളിലെ കടകളിലെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ വില വിവരം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഉള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് അവലോകന യോഗം ചേരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് VS പ്രശാന്ത് ഇന്നെത്തുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുകയും ചെയ്യും.
ജില്ലാ കലക്ടർ ഇന്നലെയും മിനിയാന്നുമായി ആലോചന യോഗങ്ങൾ ചേർന്നിരുന്നു. പ്രധാനമായും ഈ പ്രദേശങ്ങളിൽ ഒരു പ്രധാന പ്രശ്നം ആളുകൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്ന ഒരു പരാതി ശരണ വഴികളിൽ വേണ്ടത്ര വെള്ളമോ ഭക്ഷണമോ ാണ്. അതേസമയം ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഇതിൽ പറയുന്ന ഒരു മറുപടി, അവരുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് നേരത്തെ പറയുന്ന മുൻ നിശ്ചയപ്രകാരമുള്ള എണ്ണം ആളുകളെയല്ല ഓരോ ചെക്ക് പോയിന്റിലും കടത്തിവിടുന്നത്. ഈ സാഹചര്യമാണ് വേണ്ടത്ര ഫുഡ് അമ്യൂണിറ്റീസ് എല്ലാം കൊടുക്കാനായി സാധിക്കാത്തത്. താൽക്കാലികമായി ലഘുഭക്ഷണം അല്ലെങ്കിൽ ഈ കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതേസമയം ഇതൊന്നും കിട്ടാതെ, വെള്ളം പോലും കിട്ടാതെ 8-10 മണിക്കൂർ ക്യൂ നിന്ന് ദർശനം നടത്തേണ്ടി വരുന്ന സാഹചര്യം ആളുകൾക്കുണ്ട്. എന്നാൽ സന്നിധാനത്തെത്തുന്നതോടെ ഇക്കാര്യത്തിൽ കുറച്ച് മാറ്റമുണ്ട്. കാരണം എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയധികം ആളുകൾ കയറുന്നുണ്ട്. ഇന്നലെ 99,000 പേരാണ് 18ാം പടി ചവിട്ടിയത് എന്നാണ് വന്നിരിക്കുന്ന കണക്കുകൾ. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സ്വാഭാവികമായ പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ അരവണ വിതരണത്തിലെ പാളിച്ചയുമുണ്ട്. അത് 2 ടിന്ന് മാത്രമാണ് ഇപ്പോൾ ഓരോ തീർത്ഥാടകനും നൽകുന്നത്. വിതരണ കമ്പനി, അതായത് കണ്ടെയ്നറുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, കരാർ ഏറ്റെടുത്ത കമ്പനികളുടെ പാകപ്പിഴവാണ്. അതുകൊണ്ട് അടുത്ത 2 കമ്പനികൾക്ക് കൂടി കരാർ നൽകിയിട്ടുണ്ട്. അതുപ്രകാരം അവർ കരാർ പ്രകാരമുള്ള കണ്ടെയ്നറുകൾ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാനാവും. 4 ലക്ഷം കണ്ടെയ്നറുകളാണ്, 4 ലക്ഷം ടിന്നുകളാണ് ഓരോ ദിവസവും വിൽപ്പന പ്രതീക്ഷിക്കുന്നത്. മകരവിളക്കിന് മുന്നോടിയായി ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് യോഗം ചേരും. ഉത്തർപ്രദേശിലെ മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളി മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. പള്ളി നിൽക്കുന്ന സ്ഥലം ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണ് എന്നും ഇവിടെ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അധികാരം ഉണ്ട് എന്നും കാട്ടിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഇതേ ഹർജി നേരത്തെ അലഹബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കലോത്സവം 2ാം നാൾ. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് ജില്ല മുന്നിൽ, തൃശ്ശൂരും കണ്ണൂരുമാണ് തൊട്ടുപിന്നിൽ. 2ാം ദിനമായി ഇന്ന് 60 ഇനങ്ങളാണ് നടക്കുന്നത്. ഒപ്പനയും നാടകവും വേദിയിലെത്തും. MG മിഥുന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനവും ഒട്ടും ആവേശം കുറവില്ല. എന്തായാലും ഇന്ന് ഗ്ലാമർ ഇനങ്ങൾ പല കുറിയുണ്ട്. ഒരു ഗ്ലാമർ ഇനം മാത്രമല്ല, ഒപ്പനയുണ്ട്. ഒപ്പം തന്നെ ഇന്നലത്തെ പോലെ തന്നെ കുച്ചിപ്പിടി അടക്കമുള്ളതുണ്ട്. കൂടാതെ ബാൻഡ് മേളം അടക്കമുള്ള നിരവധി ഗ്ലാമർ ഇനങ്ങൾ ഇന്ന് അരങ്ങിലേക്ക് എത്തുകയാണ്. ഒത്തിരി കലാകാരന്മാർ ഇന്ന് രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഏകദേശം 9:30 തന്നെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. വേദികളൊക്കെ ഉണരാൻ ഇനി ഏകദേശം നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി 2ാം ദിനവും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നിറഞ്ഞ കാണികളുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഞാൻ നിൽക്കുന്ന ഈ പ്രധാന വേദിയായിട്ടുള്ള ആശ്രാമ മൈതാനത്തെ ONV സ്മൃതി മണ്ഡപത്തിന് മുന്നിലൊക്കെ തന്നെ വലിയ ഒരു ജനക്കൂട്ടം തന്നെയായിരുന്നു ഈ പരിപാടി കാണാനും ആസ്വദിക്കാനും ഒക്കെയായി കൊല്ലം നഗരിയിലേക്ക് തടിച്ചുകൂടിക്കൊണ്ടിരുന്നത്. അത്തരം സ്ഥിതിവിശേഷം ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ പോയിന്റ് നില നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ജില്ലകൾ തമ്മിലുള്ള ആ ഒരു ആവേശ പോരാട്ടത്തിൽ ആരാണ് മുൻപന്തിയിലെന്ന് നോക്കുമ്പോൾ നിലവിൽ 212 പോയിന്റുമായി കോഴിക്കോട് ജില്ല നിലവിലെ ചാമ്പ്യന്മാർ തന്നെയാണ് ഒന്നാമതായിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് തൊട്ടു പിന്നാലെ 210 പോയിന്റുമായി തൃശൂർ ജില്ലയും 210 പോയിന്റുമായി 3ാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയും നിൽക്കുന്നു. 4ാം സ്ഥാനത്ത് 203 പോയിന്റുമായി മലപ്പുറം ജില്ലയും 5ാം സ്ഥാനത്ത് 202 പോയിന്റുമായി പാലക്കാട് ജില്ലയുമാണുള്ളത്. ആതിഥേയരായിട്ടുള്ള കൊല്ലം ജില്ല 6ാം സ്ഥാനത്തുണ്ട്. 199 പോയിന്റാണ് കൊല്ലം ജില്ലയ്ക്കുള്ളത്. അങ്ങനെ ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് നമുക്ക് ആദ്യ ദിനം കാണാൻ സാധിച്ചത്. ആദ്യ ദിനം 59 ഇനങ്ങളാണ് അരങ്ങിലേക്ക് എത്തിയെങ്കിൽ ഇന്ന്
65ഓളം ഇനങ്ങളാണ് അരങ്ങിലേക്ക് വരാൻ പോകുന്നത്. അത്തരത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ ഏർപ്പെടുത്തിയതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു. അതായത് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം മത്സരങ്ങൾ ക്രമീകരിക്കാൻ പറ്റാതെ പോയി. ചില മത്സരങ്ങളൊക്കെ തന്നെ വളരെ വൈകി ആരംഭിക്കുന്നത് നമ്മൾ കാണാൻ സാധിച്ചു. സംഘനൃത്തമൊക്കെ തന്നെ രാത്രി വൈകിയാണ് തുടങ്ങാൻ സാധിച്ചത്. രാത്രി വൈകിയാണ് പിന്നീട് അവസാനിപ്പിക്കാനും സാധിക്കുകയും ചെയ്തത്. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഇന്നലെയും അതൊക്കെ മാറ്റി നിർത്തിയാൽ വളരെ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദസ്സ് തന്നെയാണ് ഈ ഒരു കൊല്ലം ജില്ലയിലെ ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് അത്തരം പാളിച്ചകളൊക്കെ മാറ്റി നിർത്തി ഇന്നത്തെ പ്രധാന ഒരു ഈവന്റ് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നാടക കലാകാരന്മാരെല്ലാം തന്നെ ഇന്ന് കൊല്ലം ജില്ലയിൽ അരങ്ങേറുകയാണ്. പ്രത്യേകിച്ച് കൊല്ലത്ത് നാടകത്തെ സംബന്ധിച്ച് ഒരുപാട് നാടക കലാകാരന്മാരൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു ജില്ലയിൽ എല്ലാ നടന്മാരും എല്ലാ കലാകാരന്മാരും ഇന്ന് നാടകങ്ങൾ ഈ കുട്ടികൾ വേദിയിലേക്ക് എത്തിക്കുമ്പോൾ അത് കാണാനും ആസ്വദിക്കാനുമായി എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതും ഒരു വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നിലവിൽ കോഴിക്കോട് ജില്ല ഒന്നാമത് തുടരുന്നു എന്നുള്ളതാണ്. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ന്യൂസ് റൂം ലൈവ് 10 മണിക്ക് തുടരും. നമസ്കാരം.